أجمعين أما بعد وحكي عنه أي الإمام البخاري رحمه الله أنه ركب في سفينة لطلب الحديث മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ മുഹദ്ദിസാണ്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയാറില്ല. മഹാനവർകൾ ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുകയാണ്. ലി ത്വലബിൽ ഹദീസി, ഹദീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, ഹദീസ് അന്വേഷിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കിഴിയുണ്ട്. ആ കിഴിയിൽ 1000 സ്വർണ്ണ നാണയമുണ്ട്. ഫീഹി അൽഫു ദീനാർ, 1000 സ്വർണ്ണ നാണയം. فجعل بعض من في السفينة يخدم الشيخ ويتلطف به حتى ركن الشيخ إليه. അപ്പോൾ ആ കപ്പലിലുള്ള ഒരാൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ മഹാനവർകളെ ഇങ്ങനെ സേവിക്കാനും വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കാനും ഒക്കെ തുടങ്ങി. അയാളങ്ങനെ ഷെയ്ഖ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃപ കാണിച്ച് അങ്ങനെ പെരുമാറിയപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൽബ് അദ്ദേഹത്തിലേക്ക് ചാഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഇങ്ങനെ സേവിക്കുന്നതും അടുത്തു കൂടുന്നതും ഒക്കെ കണ്ടപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഇയാളോടൊരു താല്പര്യം വന്നു. അപ്പം അങ്ങനെ താല്പര്യം വന്ന് അടുത്തു കൂടിയപ്പോൾ അത്വലഅഹു അലാ മാ മഅഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള 1000 ദീനാറിൻ്റെ വിഷയം ഇയാളോട് വെളിപ്പെടുത്തി. എൻ്റെ കയ്യിൽ ഇങ്ങനെ 1000 ദീനാറുണ്ട്. 1000 ദീനാർ എന്ന് പറഞ്ഞൊരു ചെറിയ മുതലല്ലല്ലോ, 1000 ദീനാർ സ്വർണ്ണ നാണയല്ലേ. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ 1000 ദീനാർ ഉണ്ട് എന്ന ആ രഹസ്യ വിവരം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇയാളോട് വെളിപ്പെടുത്തി. ഇങ്ങനെ വലിയ അടുത്തുകൂടി ഖിദ്മത്തൊക്കെ ചെയ്ത് വളരെ സമീപസ്ഥനായപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കൂടെയുള്ള ഈ മനുഷ്യൻ, ഈ അടുത്തുകൂടിയ ആള്, അയാൾ ഉറക്കം നടിച്ചു, ഉറങ്ങുന്നത് പോലെ കിടന്നു. തെജാഹല എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ നടിക്കുക എന്നാണല്ലോ. അപ്പൊ തനാവമറച്ചു, അയാൾ ഉറങ്ങും പോലെ അഭിനയിച്ചു, ഉറങ്ങുന്നത് പോലെ കാണിച്ചു. അങ്ങനെ തുമ്മസ്തൈഖദ, പെട്ടെന്ന് അയാൾ ഉറക്കിൽ നിന്ന് ഉണർന്നു. ഫസ്വാഹ, അയാൾ ശബ്ദം വെച്ചു, അട്ടഹസിച്ചു. വശഖ സിയാബഹു, അയാൾ തൻ്റെ വസ്ത്രമൊക്കെ കീറി. ഫഖാല ലഹു നാസ്, അപ്പം ജനങ്ങൾ ഇയാളോട് ചോദിച്ചു, വൈഹക് മാലക്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു കിഴിയുണ്ടായിരുന്നു, ആ കിഴിയിൽ 1000 സ്വർണ്ണ നാണയമുണ്ടായിരുന്നു. വഖദ് സുരിഖ മിന്നി, അത് എന്നിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ 1000 ദീനാർ സൂക്ഷിച്ച ഒരു കിഴിയുണ്ടായിരുന്നു, ഒരു കീശുണ്ടായിരുന്നു, അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ കാണാനില്ല. ഇങ്ങനെ പറയുമ്പോൾ എന്താ ഉണ്ടാകുക? ഇയാളത് തനി വ്യാജമാണ് പറയുന്നത്. പറയാനുള്ള കാരണം എന്താണ്? ഷെയ്ഖ് ഇമാം ബുഖാരി തങ്ങളുടെ കയ്യിൽ 1000 ദീനാർ ഉണ്ട് എന്ന് മഹാനവറുകൾ ഇയാളോട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇയാളുടെ മുതലാണെന്ന് വരുത്തി തീർത്ത് വസൂലാക്കാനുള്ള വഴിയാണ്. അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ. അപ്പം എന്ത് ചെയ്തു? ഫജഅലു യുഫത്തിഷൂന സഫീനത്ത, ആളുകൾ കപ്പൽ പരിശോധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചികഞ്ഞ് പരിശോധിക്കാൻ തുടങ്ങി. അവിടെ ആരാണ് എടുത്തത്, ആരുടെ കയ്യിലാണ് 1000 ദീനാർ ഉള്ളത്. അങ്ങനെ യുഫത്തിഷു ബഅദുഹും ബഅദ, അന്യോന്യം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് മനസ്സിലായി, ഈ അന്വേഷണം ഇപ്പം എൻ്റെ ഭാഗത്തേക്ക് വരും. എൻ്റെ കയ്യിൽ ഇന്ന് ഈ 1000 ദീനാർ കണ്ടെടുത്താൽ, ഇത്രയും വലിയ തുക 1000 സ്വർണ്ണ നാണയം കണ്ടെടുത്താൽ പിന്നെ അത് എൻ്റെ മുതലാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരക്കും, അവരെന്നെ കള്ളനായി ചിത്രീകരിക്കും, പല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇമാം ബുഖാരി തങ്ങൾ എന്ത് ചെയ്തു? ആ പണക്കിഴി ഒരാളും അറിയാതെ കടലിലേക്ക് അങ്ങിട്ടു എന്നാണ്. കടലിലേക്ക് അങ്ങിട്ടു. കാശ് പോയാലും വേണ്ടില്ല. കാരണം ഇതേ തുടർന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകാൻ പോകുന്ന അപകടം കുറച്ചാണോ? അത് കുറച്ചല്ല. അപ്പം എന്ത് ചെയ്തു? 1000 ദീനാർ കടലിലേക്ക് എറിഞ്ഞു എന്നാണ്.
ഇതാരും അറിഞ്ഞില്ല. ഫലമ്മ ഫത്തഷുൽ ബുഖാരിയ, ജനങ്ങളൊക്കെ വന്നിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും പരിശോധിച്ചപ്പോൾ വലം യജിദു മഅഹുൽ കൈസ, മൂപ്പരപ്പ് ഈ കിഴി കാണാനുമില്ല. അപ്പോൾ പിന്നെ ഇനി മഹാനവകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ ആയപ്പോൾ സബ്ബു ദാലിക റജുല വദറബുഹു, ഇവരെല്ലാവരും കൂടി അയാളെ പെരും ചീത്ത, ആരിൻ്റെ കിഴി മോഷ്ടിക്കപ്പെട്ടു പറഞ്ഞാൽ എങ്ങായുണ്ടല്ലോ, അയാളെ കുടിച്ച് ചീത്ത പറഞ്ഞ് നന്നായി പെരുമാറി, നന്നായി അവനെ അടിച്ച് പെരുമാറി. അങ്ങനെ അപ്പം ഇയാളിങ്ങനെ ചിന്തിക്കുക, എന്താ ഇപ്പം ഇത് സംഭവിച്ചത്? ഇയാളെ കയ്യിൽ 1000 ദിനാർ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. വലിയ ആളാണ്, കളവറിയില്ല, പിന്നെ ഇപ്പം എന്താ ഇപ്പം ഇത് കാട്ടിയത്? അങ്ങനെ സുമ്മലമ്മ ഖറജു, ഇവർ പുറപ്പെട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഖല റജുലു ബി ഷെയ്ഖ്, ഇയാൾ ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കലേക്ക് രഹസ്യമായിട്ട് മെല്ലെ ചെന്നു, വേറെ ആരുമില്ല. എന്നിട്ട് ചോദിച്ചു, മാ ഫഅൽത ബിൽ കീസി, നിങ്ങൾ ആ കിഴി എന്തേ കാണിച്ചു? നിങ്ങളെ കയ്യിലുണ്ട് എന്നാണല്ലോ പറഞ്ഞത്, അത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൽഖൈതുഹു ഫിൽ ബഹരി, ഞാനത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു, സമുദ്രത്തിലിട്ടു. അപ്പോൾ ഇയാൾ ഇങ്ങനെ കണ്ണു കണ്ടുകൾ, 1000 ദീനാർ കടലിലേക്ക് എറിയാനൊക്കെ കഴിയൂ? അൽ സമഹത്ത് നഫ്സുക ബിദഹാബി അൽഫി ദീനാരി, 1000 ദീനാർ പോകുക, നഷ്ടപ്പെടുക എന്നതുകൊണ്ട് നിങ്ങളെ മനസ്സ് വിശാലത കാണിച്ചോ? നിങ്ങൾക്ക് അതിന് മനസ്സ് വന്നു 1000 ദീനാർ കടലിലേക്ക് എറിയുക, അത് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ശൈഖ് അവറുകൾ പറഞ്ഞു, യാ ഖലീലൽ അഖ്ൽ, ഓ ബുദ്ധി കുറഞ്ഞ മനുഷ്യ, അന അദ്ഹബതു ഉംരി വ മാലി ഫീ ത്വലബിൽ ഹദീസ്, ഞാൻ എൻ്റെ ആയുസ്സും എൻ്റെ സമ്പത്തും ഇത്രയും കാലം ചെലവഴിച്ചത് ഹദീസ് അന്വേഷിച്ച് ശേഖരിക്കുന്നതിലാണ്, പഠിക്കുന്നതിലാണ്. അങ്ങനെ വഖദ് സബത്ത ഇൻദന്നാസി അന്നീ സിഖത്തുൻ, ജനങ്ങളടുക്കലൊക്കെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു വിശ്വസ്തനാണ് എന്ന വിവരം, ഒരറിവ് ജനങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കമില്ലാതെ എല്ലാവരും ആ കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു സൽപ്പേര് ഞാൻ നേടിയെടുത്തെങ്കിൽ അഫലാ അൻഫി അന്നി ഇസ്മ ഇസ്രിഖ, ഈ മോഷ്ടാവ്, ഒരു മോഷണക്കാരൻ എന്ന ആ ദുഷ്പേര് എന്നെ തൊട്ട് ഞാൻ ഒഴിവാക്കണ്ടേ? അത് ബാധ്യതല്ലേ? അതിനു വേണ്ടിയിട്ടതാണ്. കാരണം ഇമാം ബുഖാരി ഒരു കള്ളനാണ് എന്ന് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹദീസിന് സ്വീകാര്യത ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് 1000 ദീനാർ ഞാൻ എന്ത് ചെയ്തു? അത് കടലിലേക്ക് എറിഞ്ഞു. അപ്പം ഈ ചരിത്രത്തിൽ പല പാഠങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട പാഠം, അടുത്തു കൂടുന്ന ആളുകളോടെല്ലാം നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അവർ നമ്മോട് പ്രകടിപ്പിക്കുന്ന ഒരു മുഖത്തിനപ്പുറം നമ്മൾ അറിയാത്ത മറ്റൊരു മുഖം എന്തുണ്ടാവും? അവർക്കുണ്ടായിരിക്കും. അത് അവരെ അവസരം കിട്ടുമ്പോൾ മുതലെടുക്കും. അതാണ് ഖുലൂബുൽ അബ്റാരി ഖുദൂറുൽ അസ്റാർ എന്ന് പറയാറുണ്ട്. ഗുണവാന്മാരായ ആളുകളുടെ ഖൽബുകൾ രഹസ്യങ്ങൾ അടക്കി വെച്ച ഖബറുകളാണ്, പുറത്തുവിടാൻ പാടില്ല. ധാരാളം പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തൊട്ട് തുഹുമത്തിനുള്ള വഴികൾ മാറ്റി ആ തുഹുമത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.